നമസ്കാരം, ഈസി റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് പച്ച കുരുമുളക് കൊണ്ട് അച്ചാറുണ്ടാക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ അച്ചാറിന്. അതുപോലെ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. ഇതെങ്ങനെയാണെന്ന് കാണാം. ചൂടായ ചീനച്ചട്ടിയിലേക്ക് 6 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1.5 ടീസ്പൂൺ കടുകിടാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും 20-25 അല്ലി വെളുത്തുള്ളി ചതച്ചതിടാം. വെളുത്തുള്ളി ഒന്ന് വാടി വരുമ്പോഴേക്കും 250 ഗ്രാം പച്ചക്കുരുമുളക് ചേർക്കാം. പച്ചക്കുരുമുളക് നല്ലപോലെ ഒരു അരമുക്കാൽ മണിക്കൂർ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് അതിലെ വെള്ളമെല്ലാം ഉപ്പെടുത്തതാണ്. ഇനി നമുക്ക് ഇതിനകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഉപ്പൊക്കെ നമ്മുടെ പാകത്തിന് ഇടണം കേട്ടോ. കണ്ടോ, നമ്മുടെ വെളുത്തുള്ളിയെല്ലാം നല്ലപോലെ മൂത്ത് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അല്പനേരം കൂടി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി 6 തിരി കുരുമുളകിൽ നിന്നും ആ തിരിയൊക്കെ മാറ്റിയതിന് ശേഷം ആ മുളകൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് ചേർക്കുവാണ്. കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഇപ്പോൾ കൊഴുപ്പിന് വേണ്ടി നമ്മൾ ഇതിനകത്ത് വേറെ പൊടികളൊന്നും അധികം ചേർക്കുന്നില്ല. ഇപ്പോൾ കണ്ടോ, ഇതൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിനി ഒന്ന് ഇങ്ങനെ കയ്യിലെടുത്തൊന്ന് നോക്കി കഴിയുമ്പോഴത്തേനും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കുന്ന പൊടികളിടാം. 1 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിക്കാം. 1 ഗ്ലാസ് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് 1/2 കപ്പ് വിനാഗിരി ചേർക്കാം. വിനാഗിരി ഇതിൻ്റെ ഈ കുരുമുളകിൻ്റെ എരിവനുസരിച്ചിട്ട് ചേർക്കണം കേട്ടോ. ഇനിയിപ്പോൾ വിനാഗിരി ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി ഉപ്പിൻ്റെ ആവശ്യം കൂടെ. ആ ഉപ്പും കൂടി ഇടാം. ഉപ്പൊക്കെ അതിൻ്റെ പാകത്തിന് നോക്കിയിടണം. ഇനി നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയായി കേട്ടോ. പക്ഷേ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ ഈ കുരുമുളകൊന്ന് മെതിച്ചിട്ടിട്ടാൽ മതിയായിരുന്നെന്ന്? സത്യമാണ് കേട്ടോ, ഇതൊന്ന് മെതിച്ചിട്ടിട്ടാൽ മതിയായിരുന്നു. കണ്ടോ, തിരിയിൽ നിന്ന് ഇതിൻ്റെ മണികളൊക്കെ കുറേ വിട്ടു പോന്നിട്ടുണ്ട്. എന്തായാലും ശരി, അച്ചാർ അടിപൊളിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.